MDMA കേസ് പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഹാജരായത് കോൺഗ്രസ് നേതാവ് കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമ്മാടമാണ് പ്രതികൾക്കായി ഹാജരായത്. അതേസമയം മുഖ്യമന്ത്രിയോട് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ പ്രതികൾ. കേസിൽ ദുരൂഹതയെന്നും പ്രതികൾ. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, പോലീസ് നടത്തിയ എന്തോ ഗൂഢാലോചനയാണ് എന്ന മട്ടിലാണോ പ്രതികരണം? ഷബി, പ്രതികൾ ആരോപണങ്ങളെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പ്രതികൾക്ക് കോൺഗ്രസ് ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ ആവർത്തിച്ച കാര്യങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് നേതാവായ ഒരു അഭിഭാഷകൻ തന്നെയാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമ്മാടമാണ് പ്രതികൾക്കായി കോടതിയിലെത്തിയത്. MDMA കടത്തിയ കേസിൽ പോലീസ് നൽകിയ അപേക്ഷ പരിഗണിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൽ സലാം എന്നിവരെയും കൂട്ടുപ്രതികളായ PA അബ്ബാസ്, സൈനുലാബ്ദീൻ എന്നിവരെയും 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. വിശദമായി ചോദ്യം ചെയ്യാൻ പ്രതികളെ ഓഗസ്റ്റ് 22 വരെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. കേസിന്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് തന്നെ കോടതി ആവശ്യങ്ങൾ അതേ നിലയിൽ അംഗീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെയാണ് പ്രതികൾക്കായി കോൺഗ്രസ് നേതാക്കൾ തന്നെ ഹാജരായത്. ഈ കോൺഗ്രസ് നേതാവായ അഭിഭാഷകനെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് തിരിച്ചിറങ്ങി പോകുമ്പോഴാണ് പ്രതികൾ ഈ കേസുമായി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഇക്കാര്യം നിഷേധിച്ചത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യം ഇവർ നിഷേധിച്ചില്ല എന്നുള്ളതാണ്. ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നിരവധി ഫോട്ടോയും ചിത്രങ്ങളുമാണ് മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളായ ആളുകൾക്കൊപ്പവും ഇവരുടേത് പുറത്തു വന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഉന്നതമായ രാഷ്ട്രീയ ബന്ധമുള്ള പ്രതികളാണ്. ഇവരുടെ സൈബർ തട്ടിപ്പ്, തുടർച്ചയായ വിദേശയാത്ര, ഹവാല ഇടപാട്, ഗുണ്ടാ സംഘങ്ങളുമായുള്ള അടുപ്പം തുടങ്ങി ക്രിമിനൽ പശ്ചാത്തലം ഓരോന്നായി പുറത്തു വന്നിരുന്നെങ്കിലും അതേ നിലയിൽ ഈ കേസിന്റെ അന്വേഷണം നടന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ സാമ്പത്തിക ഇടപാട് പരിശോധിച്ചില്ല, അതോടൊപ്പം തന്നെ ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചില്ല. അങ്ങനെ വിശദമായ ഉന്നത രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘമില്ല. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ദുരൂഹമായി നിലനിൽക്കുകയാണ്. ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുകയാണ്. പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാത്തത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ 11ാം ദിവസം പ്രതികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഷമ്മി. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.